ഹലോ അളിയ, നിന്റെ വിളി ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. എന്താ ഇത്ര ലേറ്റ് ആയത്? കളിയൊക്കെ കഴിഞ്ഞത് ഫ്രീ ആയിട്ട് നിന്നെ വിളിക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ലാസ്റ്റ് കളി ജയിച്ചാ? അത് തോറ്റ് ഗ്രൂപ്പിൽ 17-ാമതാ ഫിനിഷ് ചെയ്ത. റിലേഷന് തൊട്ട് മേളി ഫിനിഷ് ചെയ്തിട്ട് UCL കളിക്കാന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ. യൂറോപ്പ ലീഗ് എടുത്തോണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുകൊണ്ട് എനിക്കും ഒരു കപ്പ് കിട്ടിയാളിയാ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചത് നമുക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ട്രെൻഡ് എന്ന് പറയുമ്പോ ക്രിസ്റ്റൽ പാലസ് ന്യൂ കാസിലൊക്കെ കുറെ വർഷത്തിന് ശേഷം കപ്പടിച്ചില്ലേ? പിന്നെ കൂട്ടത്തിലെ കൊമ്പ ഞാൻ കപ്പടിച്ചില്ലേ? ഈ ട്രെൻഡ് കൊള്ളാം. നിനക്കെന്തായാലും കപ്പ് തന്നെ കിട്ടിയില്ലേ? എനിക്ക് പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണ് കിട്ടിയത്. എന്തായാലും കളിച്ച് കിട്ടിയതല്ലേ, നീ ഇങ്ങോട്ട് കപ്പ് കിട്ടിക്കോളും. കിട്ടിയതിന്റെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇവിടെ ചാമ്പ്യനിൽ കുളിപ്പിച്ചവന്മാരെന്നെ. ഇവിടെ എന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ശരിടാ, എന്നാ എൻജോയ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഇവിടുത്തെ ലാസ്റ്റ് കളി എന്തായാലും ജയിച്ചു നന്നായി. ഇല്ലാതെ ഫാൻസ് ഇവിടെ തീയിട്ടേനെ. മാർട്ടിനസിന് റെഡ് കാർഡ് കിട്ടിയത് നന്നായി. കാലമാട ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി പണിയായിരുന്നേനെ. കളി കഴിഞ്ഞ് എന്തൊരു തള്ളായിരുന്നു. സ്റ്റോം വരുമെന്ന് പറഞ്ഞു വന്നു. അടുത്ത സീസൺ നമ്മൾ തകർക്കും. എന്ത് കണ്ടിട്ട്? അതൊക്കെ ഈ ഗോവിന്ദകുട്ടിയുടെ ഒരു നമ്പരല്ലേ. ഫാൻസിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കണ്ടേ? അങ്ങനെ ഏതെണ്ണം കെട്ട നേരത്താണോ എന്തോ ഇങ്ങോട്ട് എഴുതാനുള്ളതെന്ന് തോന്നിയത്. ഡേജിയ, ക്രിസ്ത്യാനോ, ടെൻഹാഗ് ഇവരെല്ലാം പ്രശ്നമാണെന്നും പറഞ്ഞ് മാറ്റിയിട്ട് നമ്മുടെ പ്രശ്നം മാറുന്നില്ലല്ലോ. ഇവിടുന്ന് പോയവന്മാരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ആന്റണിയൊക്കെ ഇപ്പൊ അവിടുത്തെ സ്റ്റാർ പ്ലെയറാണ്. ലെവർക്യൂസ് സാബി അലോൺസോയ്ക്ക് വരാൻ ടെൻഹാഗിനെയാ കോച്ചാക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങേര് രക്ഷപ്പെട്ടു. ഇപ്പൊ എന്തായിരിക്കും നമ്മുടെ പ്രശ്നം? ഹലോ, നീയാണോ? അതെ, ഞാനാണ്. നീയാണോ അപ്പൊ ഇവിടുത്തെ പ്രശ്നം? അത് ഞാനല്ല. അല്ല, ആണെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാനാണെങ്കിൽ ഞാനാണ്. അയ്യടാ, അങ്ങനെ നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടണ്ട. പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. നമുക്ക് മാത്രമല്ലണ്ണ, മാഞ്ചസ്റ്ററിൽ മൊത്തം പ്രശ്നമായിരുന്നു. സിറ്റിക്കും അത്ര നല്ല സീസണൊന്നും അല്ലായിരുന്നു. അയ്യോ, 100 ആയിച്ചതാ. അപ്പൊ എപ്പോൾ വിളിക്കുന്നു? ഹലോ. ഹലോ. UCL നിന്നും പോയി, ഇപ്പൊ യൂറോപ്പ ലീഗിനും പോയല്ലേ? നിങ്ങളെ പോലെ ഞങ്ങളുടെയും ട്രോഫി ഇല്ലാ സീസൺ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് ഈ സീസൺ ട്രോഫി ഇല്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളെ തോപ്പിച്ചല്ലേ ഞങ്ങൾ കമ്മ്യൂണിറ്റി ഷീൽഡ് എടുത്തത്. അയ്യോ, അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലേ. നീ അറിഞ്ഞ കാണത്തില്ല. അന്ന് മറ്റേ മുട്ടയായിരുന്നു ടെൻഹാഗ്. ഷീൽഡ് ഒന്നും ട്രോഫി ആയിട്ട് കൂട്ടാതൊന്നും പറ്റത്തില്ല. ടോപ്പ് 5 എങ്ങനെ കയറി പറ്റി? എങ്ങനെയോ കയറി പറ്റിയതാടാ. പിന്നെ ഒരു ആശ്വാസത്തിന് നിന്നെ വിളിച്ചതാ. നമ്മളെക്കാട്ടി ഗതിയൊട്ടവന്മാരെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുറച്ചാൾ തട്ടിമുട്ടി UCL കയറി, പിന്നെ യൂറോപ്പ ലീഗ്, ഇപ്പൊ യൂറോപ്പിൽ നിന്ന് പുറത്തായി, ഇനി റെലഗേഷൻ. ചുമ്മാ ഇരിടേ. നിങ്ങളും തയ്ച്ചു വെച്ചോട്ടാ. വെച്ചോട്ട് പോടാ. വിളിക്കണ്ടായിരുന്നു. ഒരു മനസ്സുഖം.